Hi friends, ഇന്നത്തെ വീഡിയോ ഹാൻഡ് എംബ്രോയിഡറി ബേസിക് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചും പിന്നെ അതിൻ്റെ കുറച്ച് വേരിയേഷൻസും പിന്നെ ഒരു സിമ്പിൾ ബീഡ് വർക്കുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് എത്ര നീളത്തിലാണോ ഈ ഒരു സ്റ്റിച്ച് വേണ്ടത് അത്രയും അകലത്തിൽ ഇതുപോലെ നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കണം. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് എടുക്കണം. ഇങ്ങനെയാണ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓരോ സ്റ്റിച്ച് കഴിഞ്ഞിട്ടും നമുക്ക് നൂല് ഫുള്ള് താഴേക്ക് വലിക്കാതെ ഇവിടുന്ന് തന്നെ നമുക്ക് കുത്തിയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റിച്ച് നമുക്ക് ഒരേ സ്റ്റിച്ചിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് നീളം കൂടുതലുള്ള നീഡിലാണെങ്കിൽ നമുക്ക് 2-3 സ്റ്റിച്ചൊക്കെ ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ചെയ്തത് എല്ലാ സ്റ്റിച്ചും അതിനിടയിലെ സ്പേസും ഏകദേശം ഒരുപോലെയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം റണ്ണിങ് സ്റ്റിച്ച്. ഇതിൽ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂടുതലും അതിനിടയിലെ സ്പേസ് കുറച്ച് കുറവുമായിട്ടാണ് ചെയ്യുന്നത്. അടുത്ത ഒരു മെത്തേഡ് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറവും അതിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടുതലുമായിട്ടാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഡിസൈൻസൊക്കെ ചെയ്യുമ്പം കോർണേഴ്സ് അല്ലെങ്കിൽ കേർവ്സ് ഒക്കെ വരുമ്പം കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനിതിന് വേണ്ടിയിട്ട് 3 strands ആണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പോയിൻറ്റഡ് ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ത്രെഡ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ ചെയ്തിട്ട് ആ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നീഡിൽ താഴേക്ക് എടുക്കണം, അതല്ലെങ്കിൽ നീഡിൽ അടുത്ത സ്റ്റിച്ചിൻ്റെ നീഡിൽ മുകളിലേക്ക് എടുക്കണം. അപ്പോൾ കറക്റ്റ് ആ കോർണറിൽ കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു കോർണർ കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത നമുക്ക് കേർവ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ ചെയ്യുവാണെങ്കിൽ ചെറിയ പെറ്റലാണെങ്കിൽ എപ്പോഴും ചെറിയ സ്റ്റിച്ചസ് യൂസ് ചെയ്യണം. എന്നാലാണ് കറക്റ്റായിട്ട് കേർവ്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വലിയ കേർവ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിയ സ്റ്റിച്ചസ് യൂസ് ചെയ്യാം.
ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വലിയ സ്റ്റിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. അതായത് നമ്മൾ ഇവിടെ ഈ കർവിൽ ചെറിയ ചെറിയ സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം ഒരു വലിയ സ്റ്റിച്ച് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരത്തില്ല. ഇതുപോലെ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിന് പകരം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കർവ്സ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ എടുക്കണം. ഇതുപോലത്തെ വലിയ കർവൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് ഷേപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറുതാണെങ്കിൽ ഇതുപോലത്തെ ചെറുത് തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ്. ആദ്യം ചെയ്യുന്നത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെയാണ് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. അടുത്തത് ചെയ്യാൻ പോകുന്നത് ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പോലെ ഒരു സൈഡിൽ നിന്ന് മാത്രമല്ല രണ്ട് സൈഡിൽ നിന്നും ഓരോ സ്റ്റിച്ചിൻ്റെയും അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ അതിൻ്റെ അടുത്ത സൈഡിൽ നിന്നാണ് ഇതുപോലെ ത്രെഡ് വലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ ഈ ത്രെഡ് ഫുള്ളായിട്ട് വലിച്ചെടുക്കുന്നില്ല. അടുത്ത ചെയ്യാൻ പോകുന്നത് ഇൻ്റർലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വീണ്ടും അതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ നീഡിൽ തിരിച്ചു പിടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, സാധാരണ പോലെ ആണെങ്കിലും ചെയ്യാം. അടുത്തത് 2 റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റർലേസ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 റണ്ണിങ് സ്റ്റിച്ച് ഇതുപോലെ ചെയ്യണം. അതിനുശേഷം ഇതുപോലെ വേറൊരു ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇൻ്റർലേസിങ് ചെയ്യണം.
അടുത്ത ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ 2 റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ആദ്യത്തെ ഒരു സ്റ്റിച്ച് തീരുന്നിടത്താണ് രണ്ടാമത്തെ ലെയറിലെ സ്റ്റിച്ച് തുടങ്ങുന്നത്. അതായത് ആദ്യത്തെ ഒരു സ്റ്റിച്ചിൽ സ്പേസ് വരുന്നിടത്തൊക്കെ രണ്ടാമത്തെ സ്റ്റിച്ചിൽ അതിൻ്റെ ത്രെഡാണ് വരുന്നത്. ഇങ്ങനെയാണ് 2 റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ് വേണ്ടത്. ഇതുപോലെ 3 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് എടുത്തതിന് ശേഷം ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അടുത്തത് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിൾ ബീഡ് വർക്കാണ്. ഇവിടെ ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് സാധാരണ നൂല് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. ഇതുപോലെ നമ്മൾ സ്കാറ്റേർഡ് ബീഡ് വർക്കൊക്കെ ചെയ്യുമ്പം റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2-3 സ്റ്റിച്ചൊക്കെ അടുപ്പിച്ച് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇടയ്ക്ക് മാത്രം ബീഡ്സ് വെച്ചിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ബീഡ്സ് നമുക്ക് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സ്റ്റിച്ചസ് ആണുള്ളത്. റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെയും കുറേ വേരിയേഷൻസ് ചെയ്യാം. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്